ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ വേറെ ഒന്നുമല്ല, സ്റ്റിച്ചിങ് വീഡിയോ അല്ലെങ്കിൽ ഹാൻഡ് വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഇന്ന് നമ്മുടെ സ്റ്റോറിൽ ചെയ്ത കോട്ടൻ്റെയും ജോർജറ്റിൻ്റെയും കുറച്ച് കുർത്താസ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. കുർത്തീസ് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ അധികമൊന്നുമില്ല, 4-5 കുർത്തീസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാം എൻ്റെ സൈസിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുർത്തീസ് കാണിക്കാൻ മാത്രമല്ല, അത് വെയർ ചെയ്തുകൂടെ കാണിക്കാം. അപ്പോൾ നമുക്ക് ഓരോ കുർത്തീസായിട്ട്. അപ്പോൾ ഫസ്റ്റ് കുർത്തി എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റ് ഗ്രീൻ കുർത്തിയാണ്. ഇത് ബ്ലോക്ക് പ്രിൻറ്റ് മെറ്റീരിയൽ പ്യോർ കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പ്യോർ കോട്ടൺ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ, സമ്മർ സീസണിൽ എല്ലാവർക്കും ചൂട് കൊണ്ട് നന്നായി ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീസണിൽ ഏറ്റവും കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ്. ഇത് ആംഗ്രക സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ കുർത്തിയുടെ തന്നെ 2 പാറ്റേൺ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാലും ഷോൾഡറിൻ്റെ അവിടെ ആംഗ്രക സ്റ്റൈലിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫ്ലവറും സൈഡ് വരുന്ന ആ ഒരു പാച്ച് എന്ന് പറയുന്നത് 6 ആഗുമാണ് ചെയ്തിരിക്കുന്നത്. പ്യോർ കോട്ടനാണ്, 100% കോട്ടനാണ്. കംഫർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു കുർത്തിയാണ്. നെക്സ്റ്റ് ചെയ്തിരിക്കുന്നത് കോട്ടൺ വിത്ത് ജോർജറ്റാണ്. ജോർജറ്റിൽ നമ്മൾ കോട്ടൻ്റെ പാച്ച് വെച്ചിട്ടാണ് ഈ ഒരു കുർത്തി ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ നിറയെ കണ്ടിട്ടുണ്ടാവും. ഡാർക്ക് മെറൂൺ, കോഫി മെറൂൺ വിത്ത് വൈറ്റിൽ നമ്മൾ നല്ലൊരു ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ മെറ്റീരിയലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആ പ്രിൻറ്റ് മുഴുവൻ തന്നെ നമ്മൾ മിറർ ആൻഡ് പീസ് വർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി സൂം ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിറയെ മിറർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്ലവർ മുഴുവനും മിറർ വർക്കും ഫ്ലവറിൻ്റെ ലീഫ് മുഴുവനും നമ്മൾ ബീഡ്സ് വർക്കും വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുർത്ത എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വിയർ ചെയ്തതിന് ശേഷം കുർത്ത ഇങ്ങനെയാണുള്ളത്. ഫുള്ളായിട്ട് നമ്മൾ ഡാർക്ക് മെറൂണ്, സ്ലീവിൽ നമ്മൾ വൈറ്റ് അറ്റാച്ച് ചെയ്തിട്ടില്ല. ഫ്രണ്ടിലുള്ള ആ ഒരു പോർഷനിൽ മാത്രമാണ് നമ്മൾ ആ ഒരു പാച്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫുൾ സ്ലീവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ്. അതേപോലെ തന്നെ ഫ്രണ്ട് പാച്ച് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കംപ്ലീറ്റ്ലി മിറർ വർക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണിത്. ഇതിൻ്റെയൊക്കെ പ്രൈസ് വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. കോഫി ബ്രൗൺ വിത്ത് വൈറ്റ് കോമ്പിനേഷൻ വളരെ റയറായിട്ട് മാത്രം നമുക്ക് കിട്ടുന്നതാണ്. നല്ലൊരു പാറ്റേൺ കൂടെയാണ്. ഫുൾ സ്ലീവ് എ ലൈൻ കട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്ത് വെച്ച്, ലെങ്ത്ത് എന്ന് പറയുമ്പോൾ 47 ഉണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ എ ലൈൻ ആയിട്ടാണ് നമ്മൾ ഈ കുർത്ത ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പ്രൈസ് അറിയണമെങ്കിൽ നിങ്ങൾ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യേണ്ടതാണ്. നമ്മൾ ചെയ്തിരിക്കുന്നതെല്ലാം അഫോർഡബിൾ പ്രൈസിലാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഒരു നല്ലൊരു ബ്ലൂ കളർ കോട്ടൺ വിത്ത് ജോർജറ്റ് മെറ്റീരിയലാണ്. ഇതിൽ നമ്മൾ ഫ്രണ്ട് പാച്ച് സ്ക്വയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ്ലി നമ്മൾ മിറർ വർക്കും അതേപോലെ തന്നെ ബീഡ്സ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ സ്ക്വയർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പ്യോർ കോട്ടണിൽ ചെയ്ത ഒരു വൈറ്റ് കുർത്തിയാണ്. ഇത് കംപ്ലീറ്റ്ലി കോട്ടൺ മെറ്റീരിയലാണ്. അതിലെ പാച്ചും നമ്മൾ ചെയ്തിരിക്കുന്നത് കോട്ടണിലാണ്. സിമ്പിളായിട്ടുള്ളതാണ്, വളരെ അഫോർഡബിൾ പ്രൈസാണ്. അപ്പോൾ ഈ കുർത്തി ആർക്കാണോ വേണ്ടത് അവർ നമുക്ക് മെസ്സേജ് ചെയ്യാം. ഇത് നമ്മൾ എ ലൈൻ അല്ല ചെയ്തിരിക്കുന്നത്, സൈഡ് ഓപ്പണുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ നമുക്ക് പ്ലീസ് മെസ്സേജ് മീ. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് റെഡിമെയ്ഡ് അല്ല, നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുർത്തിയാണ്. ഇത് നമുക്ക് റെഡ്, പ്യോർ അജ്രക്കിൽ റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണം. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ആ കോമ്പിനേഷൻ കാണിക്കാമെന്ന് വിചാരിച്ചു. പ്യോർ റെഡ് വിത്ത് ബ്ലൂ കോമ്പിനേഷൻ, ബ്ലൂ നെക്ക് സൈഡും ബോഡി മുഴുവനായിട്ട് റെഡുമാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് വർക്ക് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് കാണാം. അപ്പോൾ ഇതുവരെ കണ്ട കുർത്തകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.